എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളോട് ഒരു 2-3 കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. പക്ഷേ ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. ഒരുപാട് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനുണ്ട്. നമ്മളിത് ആദ്യമായിട്ട് ഈ വീട് എംപ്റ്റി ചെയ്യുന്ന പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും എന്നെ അറിയത്തില്ലല്ലോ. എൻ്റെ പേര് അഞ്ജു. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഞങ്ങൾ UK വിട്ട് ഇന്ത്യയിലോട്ട് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ് ഈ ചാനൽ. അപ്പം പുള്ളി പറഞ്ഞു, അഞ്ജു നീ ഒരു ചാനൽ തുടങ്ങുക. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ ഒക്കെ ചോദിച്ചാൽ നമുക്കൊരു സഹായം ആകുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ചാനലാണിത്. ആദ്യത്തെ കുറച്ച് വീഡിയോയിലൊക്കെ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പോഴൊന്നും നിങ്ങളാരും എന്നോട് മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഈ ചാനലിൻ്റെ പർപ്പസ് തന്നെ ഇല്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീട് ക്ലിയർ ചെയ്യുന്ന പരിപാടി തുടങ്ങിയപ്പോൾ ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ വീട്ടിനകത്ത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നുമില്ല, മിക്കവാറും എല്ലാം ഒക്കെ നമ്മൾ ഫ്രീ സൈക്കിളിൽ നിന്ന് കളക്ട് ചെയ്ത സാധനങ്ങളാണ്. അപ്പം നമുക്കിത് എല്ലാം കുറേ കളയണം, കുറേ ആൾക്കാർക്ക് കൊടുക്കണം, അങ്ങനെ നമുക്കിത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കത്തില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് ക്ലിയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും അതിൽ നമ്മളുടെ പലതരത്തിലുള്ള ഓർമ്മകൾ കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ മോളുണ്ടായപ്പോൾ ആദ്യം മേടിച്ചത്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഇന്ന ഇവൻറ്റിന് യൂസ് ചെയ്തത്. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ഓരോ ഓർമ്മകളുണ്ട്. അപ്പം അത്ര ഈസി അല്ല ഇതൊന്നും അങ്ങോട്ട് ജസ്റ്റ് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നത് അത്ര ഈസി അല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സംടൈംസ് ഇറ്റ് ഈസ് ക്വൈറ്റ് പെയിൻഫുൾ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം വഴി ഇവിടെ ഉള്ള ഒരു കമ്പനി നാട്ടിലോട്ട് സാധനങ്ങൾ കൊറിയർ ചെയ്യുന്നു. 1 കിലോയ്ക്ക് 4 പൗണ്ട് എന്നാണ് അവർ അഡ്വർടൈസ് ചെയ്തത്. അപ്പം ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സാധനം ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, പാക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്, അപ്പം നമ്മൾക്ക് പാക്ക് ചെയ്ത് അവരതങ്ങ് അയച്ചോളും എന്നാ. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇവർ ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുമോ, എങ്ങനെ എയർ ആണോ ബൈ സീ ആണോ ഇവരിത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊന്നും നമുക്ക് അറിയത്തില്ല. അതിന്ന് നമ്മൾക്ക് വഴിയെ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മാസം ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങൾ, മെയിനായിട്ടും സ്കൂളിലെ ബുക്സ്, പിന്നെ കുറച്ച് ഷൂസൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടാത്ത നാട്ടിൽ ഉപയോഗിക്കുന്ന ഈ നമ്മളുടെ റബ്ബർ ചെരുപ്പൊക്കെയില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കുറേ ബെഡിങ് ഐറ്റംസ്. അപ്പോൾ ഷോൺ എന്നോട് ചോദിച്ചു, ഇതൊക്കെ അവിടുന്ന് മേടിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം പൈസ കൊടുത്ത് പുതിയതായിട്ട് മേടിക്കുക എന്ന് പറയുമ്പം എന്തായാലും ഈ കാർഗോ സെൻറ്ററിൽ ഇത് എടുത്ത് പോയിട്ട് എന്തോരം പൈസ ആകുമെന്ന് നോക്കാം. കൂടുതലാവുകയെങ്കിൽ ഇതങ്ങ് തിരിച്ചെടുത്താൽ മതിയല്ലോ. എൻ്റെ പിസ്സ ശരിയായി, അതാണ് ഒച്ച കേട്ടത്. ഞാനിപ്പം ബൈ സ്ക്രാച്ച് കുക്ക് ചെയ്യുന്നത് വളരെ കുറച്ചു, കാരണം കണ്ടമാനം പണിയുണ്ട്. അപ്പം നമുക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാനങ്ങ് ഒതുക്കുക, അല്ലെ ക്ഷീണിച്ചു പോകത്തില്ലേ. അതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ ഇപ്പം പിസ്സയാണ് മിക്കവാറും. ഞങ്ങൾ ഇവിടെ എത്തി. ഇതൊരു വെയർഹൗസാണ്. ഇവിടെ നമ്മൾ സാധനം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവർ നമുക്ക് ബോക്സും പാക്കിംഗ് സാധനങ്ങളും എല്ലാം തരും. പക്ഷെ നമ്മൾക്ക് ഐറ്റമൈസ്ഡ് ലിസ്റ്റ് വേണം. സോ ലിസ്റ്റിനകത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം എഴുതി ആ ലിസ്റ്റെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ അവർ തന്നെ എല്ലാം പാക്ക് ചെയ്തെല്ലാം തന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട. വെരി ഹെൽപ്ഫുൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കാർഗോ ഫോഴ്സ് എന്നാണ് ഇവരുടെ പേര്, കാർഗോ ഫോഴ്സ്. സോ അവരുടെ വെബ്സൈറ്റിൽ പോയി നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഒരു കാര്യം നമുക്ക് അറിയാൻ മേലായിരുന്നത്, നമുക്ക് റിസീവറുടെ ആധാർ കാർഡ് വേണ്ടിയിരുന്നു. സോ റിസീവറുടെ ആധാർ കാർഡും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ എൻ്റർ ചെയ്തു. ആ ഫോം എല്ലാം
ബുക്കിംഗ് ഫോം എല്ലാം ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ കളക്ഷൻ, UK അവർ ഫ്രീ കളക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ കളക്ഷൻ അറേഞ്ച് ചെയ്യാം. ഞങ്ങളിപ്പോൾ എന്തായാലും ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മളുടെ പാഴ്സല് 24 കിലോ ഉണ്ടായിരുന്നു. സോ 4 pounds per kilo, 96 pounds ആയി മൊത്തത്തിൽ. പക്ഷേ അത് കൂടുതലും ബുക്സും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അപ്പം അത് ആ വഴിയിൽ നിന്ന് അങ്ങ് മാറിക്കിട്ടിയല്ലോ എന്നൊരു സ്വസ്ഥത തോന്നുന്നുണ്ട്. അവരുടെ സർവീസ് വളരെ നന്നായിരുന്നു, കസ്റ്റമർ സർവീസ് ഒക്കെ വളരെ നന്നായിരുന്നു. നമ്മളിവിടുത്തെ ഫോമെല്ലാം ഫില്ല് ചെയ്ത് എല്ലാം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ ഉടനെ അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നൊരു കോൾ വന്നു, ഡെലിവറി അഡ്രസ്സ് എല്ലാം കൺഫേം ചെയ്യാൻ. അത് കഴിഞ്ഞ ഉടനെ ഒരു ഇന്ത്യൻ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. അവർ വീണ്ടും ഡെലിവറി അഡ്രസ്സൊക്കെ കൺഫേം ചെയ്തു. ഇത് അവിടെ ചെല്ലാൻ 14 വർക്കിംഗ് ഡേയ്സ് എടുക്കും എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഇത് സമയത്തിന് കിട്ടുമോ, ഇത് എല്ലാം ശരിയായിട്ട് പോകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനിയിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അപ്ഡേറ്റ് ഇടാവേ. അപ്പോൾ അതുവരേക്കും ബൈ.